മാലിന്യ നിക്ഷേപത്തിന്റെ ചവറ്റുകൊട്ടയായി പഴയങ്ങാടിപ്പുഴ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. പഴയങ്ങാടിപ്പുഴയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമായി തന്നെ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളും പുഴയോരവാസികളും കടുത്ത ദുരിതത്തിലേക്ക്. പഴയങ്ങാടി ടൗണിലെ പച്ചക്കറി, ഹോട്ടൽ, ചിക്കൻ സ്റ്റാളുകൾ, അറവുശാലകളിൽ നിന്നുമായി പഴയങ്ങാടിപ്പുഴയിലാണ് മാലിന്യം നിർബാധം തള്ളുന്നത്. കൂടാതെ ദൂരസ്ഥലങ്ങളിൽ നിന്നുമായി വാഹനങ്ങളിൽ ചാക്കുകെട്ടുകളിലാക്കി പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് എറിയുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. മത്സ്യബന്ധനം നടത്തുന്നവരുടെ തലയിൽ മാലിന്യ ചാക്കുകെട്ടുകൾ പതിഞ്ഞ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞതോടെ പുഴയിൽ വലകെട്ടി മത്സ്യം പിടിക്കുന്നവരുടെ തൊഴിലിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പുഴയിൽ വ്യാപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ ചാക്കുകെട്ടുകൾ കണ്ടൽക്കാടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത്തരത്തിൽ വർഷങ്ങളായി പഴയങ്ങാടിപ്പുഴയിലെ കണ്ടൽക്കാടുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നത് കണ്ടൽ സംരക്ഷകനും നിരവധി പരിസ്ഥിതി അവാർഡുകളും നേടിയ പാറയിൽ രാജനാണ്. അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പുകളും കേൾക്കാം. ഇന്ന് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ നിന്ന് കാണുന്ന ഈ മാലിന്യങ്ങൾ, ഒന്ന് വേസ്റ്റ്, മറ്റൊന്ന് പ്ലാസ്റ്റിക്കിൽ വേസ്റ്റ് സാധനം നിറച്ച് അത് സ്കൂട്ടറിൽ വന്ന് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൊണ്ടിടുന്നു, മറ്റ് പാലത്തിൻ്റെ മേലയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയും കൊണ്ടിടുന്നുണ്ട്. ഇങ്ങനെ ഒരുവകയുള്ള സാധനങ്ങൾ ഈ രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്നിട്ട് വേസ്റ്റ്, പ്ലാസ്റ്റിക്കും അങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ട് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിലാണ് കൊണ്ടിടുന്നത്. ഇതിങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ, ഒന്ന് ഈ കാക്ക വലിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവിടുന്നുണ്ട്. അത് നമുക്കും ഈ റോഡ് സൈഡിലുകൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പല അസുഖങ്ങളും ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ടിടില്ലാന്ന് ഇതിൻ്റെ എല്ലാം ഒരു കാരണം. അപ്പോൾ അതൊന്ന് നിർത്തലാക്കണം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൽക്കാട് നശിക്കുന്നുമുണ്ട്. അവിടെ ഈ വേസ്റ്റും ഈ പ്ലാസ്റ്റിക്കും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് കണ്ടൽക്കാട് നശിക്കുന്നുണ്ട്. കണ്ടൽക്കാട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് എല്ലാവരും ഉള്ളത്. പക്ഷേ ഇന്ന് കണ്ടൽക്കാട് ഇതുപോലെയുള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും ഇതെല്ലാം കൊണ്ട് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുഴയുടെ സമീപ പഞ്ചായത്തുകളൊന്നും പുഴയെ സംരക്ഷിക്കാൻ കാര്യമായ നടപടികളൊന്നും എടുക്കുന്നുമില്ല. പുഴയിൽ തള്ളുന്ന മാലിന്യം ഏഴോ മുട്ടുകണ്ടി താവം പുഴയോരത്ത് ഒഴുകിയെത്തുന്നതും പരിസരവാസികൾക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈച്ചശല്യവും വ്യാപിച്ചിട്ടുണ്ട്. വീടുകളിലെ ജനലും വാതിലുകളും അടച്ചിടേണ്ട ഗതികേടിലാണുള്ളത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി പുഴയോരത്തു നിന്നും ടി ബാബു, പഴയങ്ങാടി. ഓഫറുകളുടെ പെരുമഴയുമായി പയ്യന്നൂർ ബാഗ് ബസാർ. ഇവിടെ വിലക്കുറവിന്റെ ഒന്നൊന്നര ഓഫർ. ട്രാവലിംഗ് ട്രോളി ബാഗുകൾക്ക് 70% വരെ വിലക്കുറവ്. കോളേജ് ബാഗുകൾക്ക് 50% വരെയും റെയിൻകോട്ടുകൾക്ക് 20% വരെയും വിലക്കുറവ്. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂമിൽ ഇപ്പോൾ കളക്ഷനുകളുടെ വിസ്മയ ലോകമൊരുക്കിയിരിക്കുന്നു. 20 വർഷം പൂർത്തിയാക്കുന്ന പയ്യന്നൂർ ബാഗ് ബസാറിൽ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ലഭ്യമാണ്. ഒപ്പം വിൽപ്പനാനന്തര സേവനത്തിൽ എന്നും മുന്നിൽ. കുടകൾ, റെയിൻകോട്ട്, ബെൽറ്റ്, പേഴ്സ്, സ്കൂൾ കോളേജ് ഐറ്റംസ് എല്ലാം മനസ്സിനിണങ്ങിയ വിലയിൽ. പയ്യന്നൂരിൽ കടകൾ പലതുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ ഒരേയൊരു ചോയ്സ് ബാഗ് ബസാർ മാത്രം. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570.